അഭിമാനകരമായ നിമിഷമാണ്. സായുധ സേനയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 9 ഭീകര ക്യാമ്പുകളിൽ കൃത്യതയോടെ ആക്രമണം നടത്തിയതിനും ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിഞ്ഞതിനും നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു പുതിയ ഇന്ത്യയാണ് എന്ന് പ്രധാനമന്ത്രി തന്റെ മന്ത്രിമാരോട് പറഞ്ഞതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെയാണ് അദ്ദേഹം തിരിച്ചടിയെ നിരീക്ഷിച്ചതും. മോദിയുടെ കരുത്ത് എന്താണ് എന്നുള്ളത് പാകിസ്ഥാൻ ഇന്ന് ശരിക്കും കണ്ടു എന്നതാണ് മറ്റൊരു വസ്തുത. പരിഭ്രാന്തർ അല്ലാതെ തന്നെ വീറോടെയും ശക്തിയോടെയുമാണ് അദ്ദേഹം കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നതും. അതിന്റെ ഫലമാണ് ഭാരതീയർ ഓരോരുത്തരും ആഗ്രഹിച്ച മറുപടി മോദി പ്രവൃത്തിയിലൂടെ തന്നെ ചെയ്തു കാണിച്ചിരിക്കുന്നതും. സ്വന്തം കുടുംബത്തിൽ കയറി ഇടങ്കോലിടുന്ന ഏത് പൊന്ന് തമ്പുരാനായാൽ പോലും അവനെ ഒക്കെ തന്നെ അവൻ്റെ കുടുംബത്തിൽ കയറി തന്നെ ഇല്ലാതാക്കും എന്ന് തന്നെയാണ് മോദി ഈ തിരിച്ചടിയിലൂടെ തന്നെ പാകിസ്ഥാന് നൽകുന്ന മറുപടി. അതായത് പാകിസ്ഥാൻ അടിച്ച അതേ നാണയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭാരതം തിരിച്ചടി നൽകിയിരിക്കുന്നതും. അതേസമയം സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ നിരന്തരം വിവരം അറിയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ പ്രധാനമന്ത്രിയും കരസേന, നാവികസേന, വ്യോമസേന മേധാവികളും തമ്മിൽ ഒന്നിലേറെ തവണ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് പോലും നിർദ്ദേശിച്ചതും പ്രധാനമന്ത്രി തന്നെയാണ്. കര, നാവിക, വ്യോമ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെ തന്നെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർക്കാൻ സാധിച്ചതും. ഓപ്പറേഷനിൽ 600 ഭീകരരാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ പോലും എത്ര ഭീകരർ കൊല്ലപ്പെട്ടെന്ന് സൈന്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. നീതി നടപ്പാക്കിയെന്ന് സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകിയതിന് പിന്നാലെ രാജ്യം കനത്ത സുരക്ഷയിലാണ് ഇപ്പോഴുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വിദേശ സന്ദർശനം പോലും മാറ്റിവെച്ചിരിക്കുകയാണ്. മെയ് 13 മുതൽ 17 വരെ നടക്കാനിരുന്ന ക്രൊയേഷ്യ, നോർവ, നെതർലാൻഡ് സന്ദർശനമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. നേരത്തെ മെയ് 9 നടക്കുന്ന റഷ്യൻ വിക്ടറി പരേഡിൽ മുഖ്യ അതിഥിയെ പങ്കെടുക്കാൻ വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സാഹചര്യത്തിൽ ഈ സന്ദർശനം പ്രധാനമന്ത്രി മാറ്റിവെക്കുകയാണ് ചെയ്തതും. പാകിസ്ഥാൻ ഭീകരരുടെ താവളങ്ങൾ തകർത്ത് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള സാഹചര്യത്തിലാണ് രണ്ടാമതും വിദേശ സന്ദർശനം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നതും. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി നാളെ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം നടക്കുമെന്നാണ് കരുതുന്നതും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിലവിലെ സ്ഥിതിഗതികളും വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. 2025 മെയ് 8 രാവിലെ 11 മണിക്ക് ന്യൂഡൽഹിയിലെ പാർലമെന്റ് കോംപ്ലക്സിലെ പാർലമെന്റ് ലൈബ്രറി കെട്ടിടത്തിലാണ് കമ്മിറ്റി ചേരുന്നതും. G074 അതിൽ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും യോഗം സർക്കാർ വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതും. നിലവിലെ സ്ഥിതിഗതികൾ അടിയന്തര യോഗം ചേർന്ന് വിലയിരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. പാകിസ്ഥാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ചീഫ് സെക്രട്ടറിമാർ, പോലീസ് മേധാവിമാർ തുടങ്ങിയവരുടെ യോഗമാണ് ചേർന്നത്. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ സുരക്ഷ ശക്തമാക്കൽ അടക്കം ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.